കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാവും കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. ജിന്നു ചാരു ഇവിടെ എത്തിയിട്ടുണ്ട്. ചാരു ഒന്ന് എന്താ പറയാ ഒരു നല്ലൊരു പ്ലേസ് നോക്കി പോവുകയാണോ പാടാൻ വേണ്ടി. ജിന്നു എന്തുണ്ട് വിശേഷം, അറിയാമോ നമ്മളൊക്കെയും ചോദിക്കുന്നുണ്ട്. ചാരുവിന് ഫുൾ സപ്പോർട്ട് പാടുമെന്ന് പറഞ്ഞിട്ട് ലുക്മാൻ ആണെങ്കിൽ തോക്കും പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ചാരുവിന് ഭയങ്കര സപ്പോർട്ട്. സലീം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജിന്ന്. സലീം വരും, എല്ലാരും ഉണ്ട് ഇവിടെ. ചാരു രണ്ടുമൂന്ന് പാട്ട് പാടിയിട്ട് പോകും. ആരും പോകരുത്. ചാരു ആണെങ്കിൽ ഇപ്പം വരും. അയ്യോ, അപ്പൊ എല്ലാരും പരസ്പരം കൂട്ടാക്കാനുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജസ്റ്റ് ഒന്ന് കൂട്ടാക്കുക. ചാരു ഇപ്പം വരും. സലീന്ന് വിളിക്കുന്നുണ്ട് ജിന്ന്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ. നീ ആണെങ്കില് തോമസ് കുട്ടി വിട്ടോളൂ എന്ന് പറയുന്നുണ്ട്. സലീ അബി നിന്നോ, അവിടെ നിക്ക അവിടെ മുങ്ങല്ലേ. ഒരു രണ്ടുമൂന്ന് പാട്ട് പാടിയിട്ടു. അതല്ല കുറെ ടൈമായി വരുന്നുണ്ട്. ഇനി വൈകുന്നേരം ഇടണം ലൈവ്. പാടിയിട്ട് പോയാ മതി. ഇത് ജിന്നു മൊത്തം കലിപ്പാണ് കേട്ടോ. ചെറുക്കാണെങ്കിൽ ഇവിടെ കയറി വന്നിട്ട് ഇടാ അബി ഞാൻ ഒരു പാട്ടേ പാടത്തോളം എന്ന് പറഞ്ഞ ചെറുക്ക ഒരുപാട് പാട്ടും പാടി. എന്നിട്ട് ഇവിടെ അവൻ വിളിച്ചപ്പോ ആരും കയറി വരുന്നില്ല. ഇല്ലോടെ ജിന്നെ, ഇന്നെല്ലാരും പാടിയിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് പോയാ മതി. അയ്യോ എനിക്ക് പാട്ടറിയില്ല എന്ന് പറയുന്നുണ്ട്. പാട്ടറിയില്ല കൊച്ചുക്കാവും, പാട്ടറിയത്തില്ല. എന്റെ ലൈവിൽ ഒന്ന് പാടിയിട്ടുണ്ടല്ലോ. ചാരുവിന്റെ പാട്ട് കേട്ടിട്ട് വേണം എനിക്ക് പോവാന്ന് പറയുന്നുണ്ട് ലുക്മാൻ. ഓഹോ, നീ പാടും എന്ന് പറയുന്നുണ്ട്. അതെ, ഇല്ലേ ഞാൻ പാടിക്കൂന്ന് പറയുന്നുണ്ട്. ഇല്ലാന്ന് പറയുന്നുണ്ട്. ഞാൻ രമ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ ഏക്ക നൈസായിട്ട് ഒഴിവാക്കി, പക്ഷേ ജിന്ന ആ പാട്ട് പാടിയത് നന്ദി രേഖപ്പെടുത്തു എന്ന് പറയുന്നുണ്ട്. ജസ്റ്റിൻ ബ്രോ, എന്താ രമ്യ എന്റെ നാട്ടുകാരിയാണ്. എന്താ പറയാ, അവള് ഞാനുമായിട്ട് ഫ്രണ്ടാണ്, കുട്ടിക്കാലം മുതലേ ഫ്രണ്ടാണ്. പിന്നെന്താ, ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ നമ്മളെ അറിയാവുന്ന ആളായതുകൊണ്ട് നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്യുമല്ലോ ബ്രോ. എച്ച് വീട്ടിൽ പോണോന്ന് പറയുന്നുണ്ട്. അയ്യോ എച്ച് വീട്ടിൽ പോണോ, നീ അവിടെ നിന്നാ മതി, നീ പാടിയിട്ട് പോയാ മതി. അമ്മച്ചിയെ കാണണം എന്ന് പറയുന്നുണ്ട്. അമ്മച്ചിയെ കാണണോ, അതെന്തിനാ? ഇത് പാടിയിട്ട് അമ്മച്ചിയെ എടുത്ത് പറഞ്ഞാൽ മതി, അമ്മച്ചി ഞാൻ AK47 ലൈവില് പോയി പാടി എന്ന് പറഞ്ഞാൽ മതി. അവിടെ നിക്കേ, പോവല്ലേ. ഇല്ല, ഏതോ ഒരു സിനിമയ്ക്കകത്തായിരുന്നല്ലോ നമ്മുടെ സുധീഷ് ഇങ്ങനെ തലേ തോർത്തൊക്കെ ഇട്ടിട്ട് എനിക്ക് എന്റെ അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞു. ആ സീനായിരിക്കും ഓർമ്മ വരുന്നത്. ആദ്യം പാട്ട്, അത് തന്നെ, ആദ്യം പാട്ട്, എന്നിട്ട് മതി ബാക്കിയെല്ലാം. പിന്നെ അമ്മച്ചി. അതെ. ജസ്റ്റിൻ ബ്രോ പോയോ? ജസ്റ്റിൻ ബ്രോ ഹായ്. ചാരു ഗൾഫിലാണോന്ന്? അല്ലല്ല, ഞാൻ നാട്ടിൽ തന്നെയാ. ചാരു ഓക്കെ ആണോ? ഓക്കെ. എന്നാ കാറ്റിക്കോ, വേഗം. ഞാനേ ഒരു ഓണക്കളിപ്പാട്ട് പാടിത്തരാം. ഓക്കെ. ഒന്നല്ല 1000 പാട്ട് നീ പാടിക്കോ, ഒരു കുഴപ്പമില്ല. 1000 പാട്ട് പാടാനുള്ള ടൈമൊന്നുമില്ല. എന്റെ പാട്ടുകാരി ചിത്രേ, നീ അങ്ങ് പാട്, ഒരു പാട്ട് പാട്. ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ, നോർമലായിട്ട് പാടിയാൽ മതി. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തേക്കാം. ഒന്നുമില്ല. കല്യാണം